വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം. ഹലോ ഗൈസ്, ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നിട്ടുള്ളത് നമ്മുടെ കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ പുതിയ സൈനിങ് ആയിട്ടുള്ള 3 പ്ലേയേഴ്സ് ഉണ്ട് അല്ലേ. ഇവരെ തമ്മിൽ നമ്മുടെ പഴയകാല ഡിഫൻഡേഴ്സും അതല്ലെങ്കിൽ പഴയകാല സ്ട്രൈക്കേഴ്സും വിങ്ങേഴ്സൊക്കെ തമ്മിൽ നമ്മളൊരു കോമ്പിനേഷൻ വീഡിയോ, അതായത് കമ്പയറിങ് വീഡിയോ ചെയ്യാമെന്നുള്ള ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞൊരു വീഡിയോയിൽ. ഒരുപാട് പേര് പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് കമ്പയറിങ് വീഡിയോ വേണം ബ്രോ എന്നുള്ളത്. ഇന്ന് ഏതായാലും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളത് നമ്മുടെ ഡിഫൻസ് താരമായിട്ടുള്ള യുവാൻ റോഡ്രിഗസിനെയും അതുപോലെ തന്നെ നമ്മുടെ പഴയ ഡിഫൻഡറായിട്ടുള്ള മിലോസ് റിംസിച്ചിനെ അല്ല, മാർക്കോ ലെസ്കോവിച്ചിനെയാണ്. കാരണം മിലോസ് റിംസിച്ചിനെ പോലെയുള്ള ഒരു ഡിഫൻഡറെ കേരള ബ്ലാസ്റ്റേഴ്സ് ഒരിക്കലും ആഗ്രഹിക്കാത്തതാണ്. ഞാൻ കമ്പയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല എന്നുള്ളതാണ്. നീട്ടിപ്പരത്തി വലിയ കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യുന്നില്ല. എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. 96K എത്തിയിട്ടുണ്ട്. ഒരു 100K ആക്കുന്ന ഒരു തരത്തിലേക്ക് നമ്മുടെ ചാനലിനെ നിങ്ങൾ കൊണ്ടുപോയി എത്തിക്കണം ഞാൻ ആജ്ഞാപിക്കുകയാണ്. എന്തായാലും നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് വരാം. ഞാൻ ആദ്യം തന്നെ കമ്പയറിങ് വീഡിയോ നമുക്ക് യുവാനിൽ നിന്ന് തുടങ്ങാം, അതായത് നമ്മുടെ യുവാൻ റോഡ്രിഗസിൽ നിന്നും. ഇദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം കിടിലം പോലത്തെ ലീഗുകളിൽ നിന്നാണ് അദ്ദേഹം കരകയറി വരുന്നത്. അതുപോലെ നമ്മുടെ ബാർസലോണയൊക്കെ എതിരിട്ടിട്ടുള്ള ടീമിൽ മെയിനായിട്ട് ഡിഫൻഡിങ് പ്ലെയറായിട്ട് കളിച്ചിരുന്ന ഒരു താരം തന്നെയായിരുന്നു അദ്ദേഹം. ഒരു പ്രോപ്പർ സെൻറ്റർ ബാക്ക് തന്നെയാണ് എന്നുള്ളൊരു കാര്യം ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ സ്റ്റാറ്റസും കാര്യങ്ങളും സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് അതുപോലെ തന്നെയാണ് കാണുന്നത്. ഇതേ സമയം നമ്മുടെ ലെസ്കോവിച്ചിൻ്റെ അടുത്തേക്ക് വരുമ്പോൾ ആളും അതുപോലെ തന്നെയാണ് കേരള ബ്ലാസ്റ്റേഴ്സിലേക്ക് കടന്നു വന്നിട്ടുള്ളത്. ഒരു പ്രോപ്പർ സെൻറ്റർ ബാക്ക് തന്നെയാണ്. അതിലുപരി മെസ്സിയൊക്കെ ക്രൊയേഷ്യൻ ടീമിൽ എതിരിട്ടിട്ടുള്ള ഒരു ഡിഫൻഡർ കൂടെയായിരുന്നു നമ്മുടെ മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ജുവാൻ്റെ ഭാഗത്തേക്ക് മറ്റൊരു കാര്യത്തൂടെ വരാം. ആളൊരു കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു കളിക്കാരനാണ്. വളരെ നല്ല രീതിയിൽ സ്ലോ ആയിട്ട് ഓർഗനൈസിങ് ചെയ്തിട്ട് കളിക്കുന്ന ഒരു താരം കൂടെയാണ്. ഇതാണ് നമുക്ക് മുൻകാലങ്ങളിൽ കളിച്ചിട്ടുള്ള കളികൾ നോക്കുമ്പോൾ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഇതേ സമയം നമ്മൾ മാർക്കോ ലെസ്കോവിച്ചിലേക്ക് വരുമ്പോൾ നമുക്കറിയാം മാർക്കോ എന്ന് പറയുന്നത്, ലെസ്കോവിച്ച് എന്ന് പറയുന്നത് കാം ആൻഡ് ക്വയറ്റായിട്ടുള്ളൊരു കളിക്കാരൻ തന്നെയാണ്. അതുപോലെ തന്നെ ഫാസ്റ്റായിട്ടുള്ളൊരു മെൻറ്റാലിറ്റി ഉള്ളൊരു താരമാണ്. സ്ലോ ആയിട്ട് എതിരാളികളുടെ നീക്കത്തെ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടുള്ള വൺ ഓഫ് ദ ബെസ്റ്റ് ഡിഫൻഡറാണ് ISLലെ. അജാതി ഒരു ഡിഫൻഡർ തന്നെയാണെന്ന് നമ്മൾ ലെസ്കോവിച്ച്. അപ്പോൾ നമ്മൾ കമ്പയറിങ് ചെയ്യാൻ നോക്കുമ്പോൾ നമ്മുടെ യുവാൻ റോഡ്രിഗസ് എന്ന് പറയുന്ന താരത്തിനും ആ ഒരു മുതൽക്കൂട്ട് ഉണ്ട് എന്നാണ് തോന്നുന്നത്. കാരണം അദ്ദേഹം വന്നിട്ടുള്ള വഴികളൊക്കെ അങ്ങനെയാണ് എന്നുള്ളത് ഉറപ്പായിട്ടുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ CEO പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഏരിയൽ വിന്നിങ്ങിനെ കുറിച്ചിട്ടുള്ള ഒരു കാര്യം. അത് യുവാൻ റോഡ്രിഗസിനെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ പ്രാധാന്യം നൽകുന്ന ഒന്നാണ് എന്നുള്ളതാണ് നമുക്ക് ഈ സ്റ്റാറ്റിക്സും കാര്യങ്ങളും അന്വേഷിക്കുമ്പോൾ അതല്ലെങ്കിൽ അതിനെപ്പറ്റി സെർച്ച് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതേ സമയം നമ്മുടെ ലെസ്കോവിച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ ലെസ്കോവിച്ചിൽ നിന്നും കുറ്റം പറയാത്തൊരു സംഭവമാണ് ഈ ഏരിയൽ ബോൾസ് എന്ന് പറയുന്നത്. വളരെ ഭയങ്കര മനോഹരമായിട്ട് ചെയ്തിരുന്ന ഒരു താരം കൂടെയായിരുന്നു നമ്മുടെ മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരം എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മൾ യുവാൻ റോഡ്രിഗസിലേക്ക് വന്നു കഴിഞ്ഞാൽ 36 മത്സരങ്ങളിൽ നിന്നും 6 ഗോളുകൾ ഇതിനോടകം അദ്ദേഹം നേടിക്കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ ലെസ്കോവിച്ചിലേക്ക് വരുമ്പോൾ ആ ഒരു ഗോളിംഗ് ആക്യുറസിയും കാര്യങ്ങളൊന്നും നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടില്ലായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പക്കൽ അതുണ്ട് എന്നുള്ളതാണ്. ലെസ്കോ നമുക്ക് തൃപ്തികരമായിട്ടുള്ള ഒരു സെൻറ്റർ ബാക്ക് ആയിരുന്നു. ആ ഒരു നിലയിലേക്ക് ഇദ്ദേഹം എത്തുമോ എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമാണ്. ഇനി നമുക്ക് ടാക്ലിംഗ് വിഷയത്തിലേക്ക് വരാം. അതായത് ഒരു കാം മാനായിട്ടുള്ള മനുഷ്യനാണ് നമ്മുടെ യുവാൻ റോഡ്രിഗസ് എന്നുള്ളതാണ് നമുക്ക് പഴയകാല ചരിത്രങ്ങളിലൊന്നോ അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ അനലൈസിങ്ങും കാര്യങ്ങളും നടത്തുമ്പോൾ നമുക്ക് എടുത്തു നോക്കാനായിട്ട് സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ അദ്ദേഹം വളരെ ഭയങ്കരമായിട്ടുള്ള മിടുക്കനായിരിക്കും. പ്രത്യേകിച്ച് നമ്മുടെ CEO ഒക്കെ പറഞ്ഞതുപോലെ കാമായിട്ട് കളിക്കും. അതുപോലെ തന്നെ നല്ല ക്ലിയർ ആയിട്ടുള്ള ടാക്ലിങ്ങുകൾ അദ്ദേഹത്തിൽ നിന്ന് പ്രതീക്ഷിക്കാനായിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്ക് സാധിക്കുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ലെസ്കോവിച്ചിൻ്റെയും കാര്യം എന്നുള്ളതാണ്. പുള്ളിയെ നമുക്കറിയാം വളരെ സൈലൻ്റ് ആയിട്ടാണ് മൈതാനത്ത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണ് അദ്ദേഹം കളിച്ചിട്ടുണ്ടായിരുന്നത്. എത്ര മികച്ച സ്ലൈഡുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്, എത്ര മികച്ച ടാക്ലിങ്ങുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പെനാൾട്ടിക്ക് ഒരു ചാൻസ് പോലും കൊടുക്കാതെ എതിരാളികളെ വീഴ്ത്തുന്ന തന്ത്രത്തിൽ മെനയുന്നൊരു താരം തന്നെയായിരുന്നു നമ്മുടെ ലെസ്കോവിച്ച് എന്ന് പറയുന്നത്. പ്രഷർ സിറ്റുവേഷനൊക്കെ മനോഹരമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്നൊരു കളിക്കാരനാണ്. ഇതേ സമയം യുവാൻ്റെ അടുത്തും ആ ഒരു കാര്യമുണ്ട്. പ്രഷർ സിറ്റുവേഷനൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ള ഒരറിവാണ് നമുക്ക് തന്നിട്ടുള്ളത്, CEO തന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഇനി നമുക്ക് ക്യാപ്റ്റൻസിയെ കുറിച്ച് സംസാരിച്ചു തുടങ്ങാം. പുള്ളിയുടെ കഴിഞ്ഞ കാലത്ത് പല ക്ലബ്ബുകളിലും പുള്ളി കളിച്ചിട്ടുണ്ട്. നമ്മുടെ യുവാൻ റോഡ്രിഗസ് അദ്ദേഹം അവിടെ ഒരു ക്യാപ്റ്റൻ ഹാൻഡ് ബാൻഡ് ധരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചില മത്സരങ്ങളിൽ പകരക്കാരൻ്റെ വേഷത്തിൽ ഇറങ്ങിയ ആ ഒരു സമയത്തൊക്കെ ക്യാപ്റ്റൻ ഹാൻഡ് ബാൻഡ് ധരിച്ചിട്ടുള്ള ഫോട്ടോകൾ നമുക്ക് ഗൂഗിളിലൊക്കെ പ്രത്യക്ഷമായിട്ട് കാണാനായിട്ട് സാധിക്കും.
പ്രത്യേകിച്ചും ഇവിടെയും ഞാൻ എടുത്തു പറയുന്നത് നമ്മുടെ CEO പറഞ്ഞിട്ടുള്ള കാര്യം തന്നെയാണ്. ക്യാപ്റ്റൻസി മുതൽക്കൂട്ടായിട്ടുള്ള ഒരു കളിക്കാരനാണ് എന്നുള്ളത്. ഈ ഒരു കാര്യത്തിൽ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ അറിയോ, പുള്ളിയുടെ ആ ഒരു പ്രഷർ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യുന്ന രീതി, അതുപോലെ തന്നെ ടാക്ലിംഗ് ഒക്കെ വളരെ മനോഹരമാക്കുന്ന രീതി, അതുപോലെ അടിയുറച്ച് നിൽക്കുന്ന ഒരു സെൻറ്റർ ബാക്ക് എന്ന് പറയുന്ന ആ ഒരു രീതി, ഇതൊക്കെ ഒരു നല്ലൊരു ക്യാപ്റ്റനിലേക്ക് തള്ളിവിടുന്ന ഒന്ന് തന്നെയാണ്. ഇനി നമുക്ക് ലെസ്കോവിച്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കറിയാം ലെസ്കോ എന്ന് പറയുന്നത് ആരായിരുന്നു, എന്തായിരുന്നു എന്നുള്ളത്. അതായത് ആ ഒരു ഗോൾ ബാറിന് താഴെ ആ ഒരു സെൻറ്റർ ബാക്ക് ആണ് നിന്ന് കഴിഞ്ഞാൽ, ഒരു ഡിഫൻഡറാണ്ട് നിന്ന് കഴിഞ്ഞാൽ, ലെസ്കോവിച്ച് എന്ന് പറയുന്ന വലിയേട്ടൻ ആ മതിലാണ്ട് നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ മുൻപന്തിയിലുള്ള എല്ലാ താരങ്ങൾക്കും ധൈര്യമായിരുന്നു. അച്ചാതി ക്യാപ്റ്റൻ മെൻറ്റാലിറ്റിയുള്ള ഒരു കളിക്കാരൻ തന്നെയായിരുന്നു നമ്മുടെ ലെസ്കോവിച്ച് എന്ന് പറയുന്നത്. കറക്റ്റായിട്ട് ഒരു ക്യാപ്റ്റൻ മെറ്റീരിയലാണ് എന്ന് പറയേണ്ടി വരും. ലോയലിറ്റിയുടെ അങ്ങേയറ്റം എന്ന് പറയുന്ന രീതിയിലായിരുന്നു നമ്മുടെ ലെസ്കോവിച്ച്. ആ രീതിയിലേക്ക് ഇദ്ദേഹത്തിന് ഉയരാൻ പറ്റുമോ എന്നുള്ളത് നോക്കിക്കാണേണ്ട ഒരു കാര്യം തന്നെയാണ്. ഇനി നമുക്ക് ഹെഡിങ്ങിലേക്ക് വരാം. സോ ഹെഡിങ്ങിനെ സംബന്ധിച്ചിടത്തോളം ഇദ്ദേഹത്തെ ഹെഡ് ചെയ്യാൻ നല്ലോണം നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. സോ വളരെ വലിയ ഗോളുകൾ പല കളികൾക്കും അദ്ദേഹം നേടിക്കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നല്ല പ്ലെയർ തന്നെയാണ്. നമ്മൾ അനലൈസ് ചെയ്യുമ്പോൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ എങ്ങനെയായിരിക്കും എന്നുള്ളത് നോക്കി കാണേണ്ട ഒരു സംഭവം തന്നെയാണ്. ലെസ്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം 53 മത്സരങ്ങളിൽ നിന്നും ഏകദേശം നമ്മുടെ ലെസ്കോക്ക് നേടാൻ കഴിഞ്ഞത് ISLൽ ഒരൊറ്റ ഗോൾ മാത്രമാണ്. അതുകൊണ്ടൊന്നും നമുക്ക് എന്താക്കാൻ പറ്റില്ല, തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ അദ്ദേഹം ഡിഫൻസ് ലൈനിൽ കാണിച്ചിട്ടുള്ള ആ ഒരു ഇമ്പാക്റ്റ് അത് ബ്ലാസ്റ്റേഴ്സ് ആരാധകർ ഒരിക്കലും മറക്കൂല. അത് അവർക്ക് നൽകിയിട്ടുള്ള ലെസ്കോ നൽകിയിട്ടുള്ള ഒരു സമ്മാനം തന്നെയാണ്. സോ ഈ ഒരു സമയത്ത് ഹെഡിങ് ഭാഗത്തേക്ക് നോക്കുമ്പോൾ ലെസ്കോവിച്ചിൻ്റെ ഒരു പരാജയം നമ്മളിവിടെ കാണുന്നുണ്ട്. പക്ഷേ അതിലൊന്നും അദ്ദേഹത്തെ തള്ളിക്കളയാനായിട്ട് പറ്റില്ല. എന്നാൽ ഈ താരത്തെ സംബന്ധിച്ചിടത്തോളം, ഇവാൻ റോഡ്രിഗസിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വന്ന് കളിച്ച് പരിചയസമ്പത്തുള്ള ഒരു കളിക്കാരനായി മാറിക്കഴിഞ്ഞിട്ട് അദ്ദേഹത്തെ വിലയിരുത്താനായിട്ട് പറ്റുള്ളൂ. പക്ഷേ ഈ അനലൈസിങ്ങും അല്ലെങ്കിൽ ഈ കമ്പാരിസണൊക്കെ നടത്തുന്ന മുൻകാലങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. സ്പാനിഷ് ടച്ചും ഏഷ്യൻ ടച്ചും തമ്മിൽ നല്ല വ്യത്യാസങ്ങളുണ്ട്. യൂറോപ്യൻ ഫുട്ബോളും ഏഷ്യൻ ഫുട്ബോളും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഇന്ത്യയിൽ വന്നു കഴിഞ്ഞാൽ ചിലർ മെച്ചം പിടിക്കും, ചിലരെന്തെയും താന്ന് പണ്ടാറടങ്ങി പോകും എന്നുള്ളത് നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. സോ ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുള്ളത് ഏകദേശം കുറച്ച് ധാരണകളൊക്കെ അതുപോലെ തന്നെ നമ്മൾ കുറച്ച് അനലൈസിങ്ങും കാര്യങ്ങളൊക്കെ നടത്തിയിട്ടാണ്. എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ വീഡിയോ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ മാർക്കോ ലെസ്കോവിച്ചിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെ വെച്ചിട്ട് കമ്പയർ ചെയ്യാനുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തെ വെച്ചിട്ട് എന്തിനാണ് കമ്പയർ ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നവർക്കുള്ളൊരു മറുപടിയായിട്ട് ഞാൻ പറയുന്നത്, നമുക്ക് മാർക്കോയെ വെച്ചിട്ട് മാത്രമേ കമ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. വേറൊരു ഡിഫൻഡറെ പറ്റിയിട്ടും കമ്പയർ ചെയ്യരുത് എന്നാണ് ഞാൻ പറയാം. കാരണം മാർക്കോ ലെസ്കോവിച്ച് എന്ന് പറയുന്ന താരത്തിൻ്റെ ഒരു ബെസ്റ്റ് മൊമെൻറ്റ് തന്നിട്ടുള്ള ഒരു ഡിഫൻഡർ ഉണ്ടോ എന്ന് നോക്കിയാൽ സംശയമാണ്. സോ 2020 ആ ഒരു കാലഘട്ടത്തിലാണ് താരം കടന്നു വരുന്നത്. നമുക്ക് എന്താ പറയുക, ഒരുപാട് ഡിഫൻഡർമാർ ഇവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. സന്ദേശ് സിംഗിനെ പോലെയുള്ള, ഹ്യൂസിനെ പോലെയുള്ള, അങ്ങനെ ഒരുപാട് താരങ്ങൾ. പക്ഷേ മാർക്കുണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്റ്റ് അത് ഭയങ്കര വലുതേനി. അതെല്ലാവർക്കും അറിയാം. മാർക്കോ ലെസ്കോവിച്ച് അവിടെ നിന്ന് കഴിഞ്ഞാൽ ബ്ലാസ്റ്റേഴ്സ് ആരാധകർക്കൊരു ധൈര്യമായിരുന്നു. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് ഒന്നടിയിൽ കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ ഉണ്ടാകും. അതിലേക്കും ബൈ.